വാർത്തകളിലേക്ക്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം തള്ളി ദേവസ്വം വിജിലൻസ്. 2019 കൈമാറിയത് സ്വർണം പൊതിഞ്ഞ പാളി തന്നെയെന്ന് മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്റെ മൊഴി. ശബരിമലയുടെ പേരിലുള്ള പണപ്പിരിവ് ദേവസ്വം ബോർഡ് നേരത്തെ അറിഞ്ഞതിന് തെളിവുകൾ ഉണ്ട്. പരാതി ലഭിച്ചതോടെ ഔദ്യോഗിക സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർമാരായി 2 പേരെ നിയമിച്ചു. 2025 ജൂലൈയിലെ ഉത്തരവിന്റെ പകർപ്പാണ് 24-ന് ലഭിച്ചത്. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, ചെമ്പുപാളിയാണ് എന്നത് തെറ്റ് എന്ന് വിവരമാക്കുന്നതാണോ ഈ തെളിവുകൾ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം അത് ചെമ്പുപാളിയാണ് തനിക്ക് സ്വർണം പൂശാനായി തന്നുവിട്ടത് എന്നുള്ള ആ വാദം അത് തള്ളുന്ന ചില രേഖകൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. 2019 കൈമാറിയത് സ്വർണം പൊതിഞ്ഞ പാളി തന്നെ എന്ന് മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്റെ മൊഴിയുണ്ട്. കൂടാതെ പണപ്പിരിവ് ദേവസ്വം ബോർഡ് നേരത്തെ അറിഞ്ഞു എന്നതിനൊക്കെയുള്ള തെളിവുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഔദ്യോഗിക സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർമാരായി 2 പേരെ നിയമിച്ചു. ഇത്തരത്തിലേക്ക് പരാതി വന്നതോടെ എന്നാണ്. 2025 ജൂലൈയിലാണ് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. ആ ഉത്തരവിന്റെ പകർപ്പാണിപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. പണപ്പിരിവിനെ കുറിച്ച് നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് അറിഞ്ഞതാണ്. കൂടാതെ ചെമ്പുപാളിയല്ല എന്നുള്ളതിന്റെ വിവരങ്ങൾ അത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്റെ തന്നെ അത്തരത്തിലേക്കൊരു മൊഴിയുണ്ട്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ പറഞ്ഞത് ചെമ്പുപാളിയാണ്. അത് മഹസറിലും അങ്ങനെ തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അങ്ങനെ ഒരു സൗകര്യപ്രദമായ കാര്യം കൂടി ഉണ്ടായിരുന്നു മഹസറിന്റെ അടിസ്ഥാനത്തിൽ എന്നതാണ് ഇപ്പോൾ. പക്ഷേ അതിനെല്ലാം തള്ളുന്ന തരത്തിലേക്കുള്ള ചില കാര്യങ്ങൾ, രേഖകളാണ് പുറത്തു വന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.